ഹലോ, നമ്മളിന്ന് സ്മാർട്ട് ബസാറിലാണ് വന്നിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം ഓഫർ പ്രൈസിൽ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളിന്ന് സാറ്റർഡേ ഒക്കെ ആണല്ലോ, വീക്കെൻഡായിട്ട് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാം വാങ്ങാൻ തോന്നും. നമ്മൾ 2 വീക്സ് കൂടുമ്പോഴാണ് കേട്ടോ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാറ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മളുടെ തീർന്നു പോയി. അപ്പോൾ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിംഗ്. ചോക്കോസ് കണ്ടപ്പോൾ ഞാനൊന്ന് നിന്നു കേട്ടോ. ബിക്കോസ് ഇവിടെ 15% ഓഫ് ഉണ്ട് ചോക്കോസിനൊക്കെ. അത്യാവശ്യം വലിയ പാക്കുമാണ്, സോ ഞാൻ അതെടുത്തു. ബിരിയാണിക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഫ്രോസൺ ചിക്കൻ കിട്ടും. പക്ഷെ നമ്മൾ അത് മേടിച്ചില്ല. പകരം ചിക്കൻ ചേട്ടായി മോർണിംഗിൽ തന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കുന്ന കാണുമ്പോൾ നോവ ബേബിയും എൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ദിസ് ഈസ് റെഫ്രിജറേറ്റഡ് സെക്ഷൻ. സോ ഇവിടെ നമുക്ക് പാല്, കേർഡ്, ബട്ടർ, ചീസ് എല്ലാം അവൈലബിൾ ആണ്. സോ നമ്മളിവിടെ നിന്നൊരു കേർഡ് എടുത്തു. ഞാൻ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു കുക്കുംബർ നോക്കിയെടുക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഒരേ മോഡലായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടതാണ് പൈനാപ്പിൾ. അപ്പോൾ ഇതിലൊരു പഴുത്ത പൈനാപ്പിൾ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ചേട്ടായി കാണിച്ചു തന്നതാണ്. ഇതാണ് പഴുത്ത പൈനാപ്പിളിന്. സോ യെസ്, ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നോവ ബേബിക്ക് ഇങ്ങനെ ബിസ്മിയിൽ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി സാധനങ്ങളൊക്കെ കണ്ട് നടക്കാമല്ലോ. നെക്സ്റ്റ് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് മേടിക്കണം. ഇവിടെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസ്മതി അരി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ സ്മാർട്ട് ബസാറിൽ നിന്ന് ഇറങ്ങി. നമ്മൾ മെജോറിറ്റി എല്ലാ മല്ലൂസും മെയിനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണല്ലേ ബിരിയാണി, സ്പെഷ്യലി വീക്കെൻഡ്സിലൊക്കെ. പണ്ട് ഞാൻ MBA പഠിച്ചുകൊണ്ടിരുന്ന വെച്ചപ്പോൾ സൺഡേയ്സിൽ അവിടുത്തെ മെസ്സിൽ ഒരു ബിരിയാണി ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ആക്ച്വൽ ബിരിയാണി അല്ല. ഇറ്റ് ഈസ് കോൾഡ് പുലാവ് വിത്ത് ചിക്കൻ കറി. പണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ സൺഡേ മാസം ക്യാച്ചീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മമ്മി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങും. ബിക്കോസ് മിക്ക സൺഡേസിലും ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയിരിക്കും സ്പെഷ്യൽ ഐറ്റം. മമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി ഒരു 2 hours എടുക്കുമെങ്കിലും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. ബിക്കോസ് മമ്മി സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി റൈസ് വേവിക്കും, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വയ്ക്കും, എന്നിട്ടത് ലാസ്റ്റ് മിക്സ് ചെയ്തെടുക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് കേട്ടോ. ഒരു കുക്കർ ബിരിയാണി. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോ ബിരിയാണി കഴിക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ നമുക്ക് ഇത് കഴിച്ച് തൃപ്തിപ്പെടാം. ഇത് ഞാൻ ചിക്കനും റൈസും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആൻഡ് ദിസ് ഈസ് സം ഫൈനൽ ഗാർണിഷിങ്. ആൻഡ് യെസ്, ഇനി ഒരു വിസിൽ കൂടി ആൻഡ് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് റെഡി. യെസ്, ഇനി നമുക്കിതൊരു 20 minutes ഓഫാക്കി വെക്കണം. ഇവിടെ പുറത്ത് നല്ലൊരു മഴ കഴിഞ്ഞിട്ടോ. പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂടുള്ള ബിരിയാണിയും. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.